മന്ന എഡ്യൂക്കേഷൻ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും വീണ്ടും നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നലെ ഫിസിക്സിൻ്റെ ഇലക്ട്രിസിറ്റി കഴിഞ്ഞു. ഇന്ന് നമ്മൾ ബയോളജിയാണ് എടുക്കുന്നത്. ബയോളജിയുടെ ആദ്യത്തെ ചാപ്റ്ററായ ലൈഫ് പ്രോസസ്സ് നിങ്ങളുടെ ബുക്സിനകത്ത് NCERT ബുക്സിനകത്ത് ചാപ്റ്റർ 6 ആണ്. ഇതാണ് ബയോളജിയുടെ നിങ്ങളുടെ ആദ്യത്തെ ചാപ്റ്റർ, ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് കിടക്കാമല്ലേ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. എല്ലാവരും ചാനൽ കാണണം. പഠിത്തത്തിൽ ഈ ടീച്ചിങ് ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയ ചാപ്റ്ററായ ലൈഫ് പ്രോസസ്സിലേക്ക് പോകാം. അപ്പോൾ പോകാമല്ലേ. അപ്പം ആദ്യം നമുക്ക് പഠിക്കാൻ പോകുന്നത് ലിവിങ് ബീയിങ്സിൻ്റെ ബേസിക് കൺസെപ്റ്റ്സുകളാണ് ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലിവിങ് ബീയിങ്സിൻ്റെ ബേസിക് കൺസെപ്റ്റ്സുകളായ ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, ട്രാൻസ്പോർട്ട് ആൻഡ് എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പ്ലാന്റ്സ് ആൻഡ് അനിമൽസിലുള്ള എങ്ങനെയാണ് അവർ ന്യൂട്രീഷൻ ടേക്ക് ചെയ്യുന്നത്, റെസ്പിറേഷൻ എങ്ങനെയാണ്, ഇതൊക്കെ എങ്ങനെയാണ് ബോഡിയിലൂടെ എല്ലാ അവയവങ്ങളിലേക്ക് എത്തുന്നത്, എക്സ്ക്രീഷൻ എങ്ങനെയാണ് വേസ്റ്റ് മെറ്റീരിയലെ ബോഡിയിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിനകത്ത് ഫസ്റ്റ് ടോപ്പിക്കിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ടോപ്പിക്കിൽ നമ്മൾ ന്യൂട്രീഷൻ ഇൻടേക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ന്യൂട്രീഷൻ ടേക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് എന്താണ് ലൈഫ് പ്രോസസ്സ് എന്ന് പറയാം. ഓൾ ലിവിങ് തിങ്സ് പെർഫോം സർട്ടൺ ലൈഫ് പ്രോസസ്സ് ലൈക്ക് ഗ്രോത്ത്, എക്സ്ക്രീഷൻ, റെസ്പിറേഷൻ, സർക്കുലേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ എക്സെട്ര. അപ്പോൾ എല്ലാ ലിവിങ് തിങ്സുകൾക്കും ലൈഫ് പ്രോസസ്സായ എന്തൊക്കെയുണ്ട്? ഗ്രോത്ത് ഉണ്ട്, എക്സ്ക്രീഷനും റെസ്പിറേഷനും ഉണ്ട്, സർക്കുലേഷനും റീപ്രൊഡക്ഷനും ഉണ്ട്. അപ്പോൾ ഒരു ടോട്ടലായിട്ട് നമുക്ക് വാട്ട് ഈസ് ലൈഫ് പ്രോസസ്സ് അല്ലെങ്കിൽ ഡിഫൈൻ ലൈഫ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ the basic functions performed by living organism for their survival and body maintenance are called life process. എന്താണ് ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്? ഒരു ബേസിക് പെർഫോമൻസ് ആണ്, ഒരു ബേസിക് ഫങ്ഷൻ പെർഫോം ചെയ്യുന്നതാണ് ലിവിങ് ഓർഗാനിസത്തിൽ പെർഫോം ചെയ്യുന്ന ഒരു ബേസിക് ഫങ്ഷനായ എന്തിനൊക്കെ വേണ്ടി? അതിൻ്റെ സർവൈവലും ബോഡി മെയിൻ്റനൻസിന് വേണ്ടിയും ഉണ്ടാക്കുന്ന ബേസിക് ഫങ്ഷനുകളെയാണ് ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ദ ബേസിക് ഫങ്ഷൻസ് performed by living organism for their survival and body maintenance are called ലൈഫ് പ്രോസസ്സ്. ഇപ്പോൾ മനസ്സിലായോ ലൈഫ് പ്രോസസ്സ് എന്താണെന്ന്? ഇനിയും ലൈഫ് പ്രോസസ്സിന് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ബേസിക് ലൈഫ് പ്രോസസ്സ് ബേസിക് ഫങ്ഷൻ ഓഫ് ലൈഫ് പ്രോസസ്സ് അല്ലെങ്കിൽ ലൈഫ് പ്രോസസ്സിന് എന്തൊക്കെ ബേസിസുകളാണ് ഉള്ളത്? അപ്പം ലൈഫ് പ്രോസസ്സിന് നമുക്കിവിടെ ഒരു 6 ബേസിസുകളുണ്ട്. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഗ്രോത്ത്, ഡൈജഷൻ, റെസ്പിറേഷൻ, സർക്കുലേഷൻ, എക്സ്ക്രീഷൻ, റീപ്രൊഡക്ഷൻ. ലൈഫ് പ്രോസസ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള 6 വെറൈറ്റികളാണ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ലൈഫ് പ്രോസസ്സിലൂടെ ശരീരത്തിനുള്ള ചേഞ്ചസുകൾ വരുത്തുന്നത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഡൈജഷനാണ്. എങ്ങനെയാണ് സ്റ്റൊമക്കിലൂടെ ഡൈജഷൻ, എവിടം മുതൽ എവിടം വരെയാണ് ഡൈജഷൻ നടക്കുന്നത്, ഡൈജഷൻ്റെ പാർട്ടുകൾ എന്തൊക്കെയാണ്, ഇതും ഒരു ബേസിക് സെക്കൻഡ് പാർട്ടാണ് ബേസിക് ലൈഫ് പ്രോസസ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഡൈജഷൻ. ഇനി റെസ്പിറേഷൻ നമുക്ക് പറഞ്ഞാൽ തന്നെ അറിയാം. ഇൻഹൈലും എക്സൈലാണ് ഓക്സിജനെ വലിച്ചെടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുന്നത്. അത് ആനിമൽസിനകത്തും പ്ലാന്റ്സിനകത്തും എൻറ്റയർലി ഡിഫറെൻ്റ് ഓർഗൻ വെച്ചാണ് അവർ പെർഫോം ചെയ്യുന്നത്. ഇനി സർക്കുലേഷൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇൻടേക്ക് ചെയ്ത ഫുഡുകൾ നമ്മുടെ ബോഡിയിലൂടെ വെയിൻസിലൂടെ എല്ലാ ഭാഗത്തേക്കും, വളർച്ചയ്ക്ക് ഭാഗമായ എല്ലാ സ്ഥലത്തേക്കും എങ്ങനെയാണ് ഈ ബ്ലഡും ന്യൂട്രീഷൻസും ഒക്കെ റൗണ്ടപ്പ് ചെയ്ത് ബാലൻസ് ചെയ്യിപ്പിക്കുന്നതെന്നാണ് സർക്കുലേഷൻ എന്ന വാക്കുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ഇനി എക്സ്ക്രീഷനാണ് ഫിഫ്ത്ത് വൺ. എക്സ്ക്രീഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇൻടേക്ക് ചെയ്ത ഫുഡ്
ഡൈജഷന് ശേഷം വേസ്റ്റ് വരുന്നത് എങ്ങനെയാണ് പുറത്തേക്ക് കളയുന്നത്, അതിനകത്ത് നമുക്ക് സഹായിക്കുന്ന എന്തൊക്കെ അവയവങ്ങളാണ് നമ്മുടെ ശരീരത്തുള്ളത് എന്നാണ് എപ്പോൾ പഠിക്കുന്നത്? എക്സ്ക്രീഷനിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ റീപ്രൊഡക്ഷനാണ്. എങ്ങനെയാണ് പുതിയ കുഞ്ഞുങ്ങളെ ഭൂമിയിൽ പുതുതായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്, ആനിമൽസും പ്ലാന്റ്സുകളും എങ്ങനെയാണ് പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്, അവർക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് റീപ്രൊഡക്ഷനിലൂടെ പറഞ്ഞു തരുന്നത്. ഇനി നമുക്കിതിനകത്ത് ഈ ഒരു പാരഗ്രാഫിനകത്ത് ഈ ഒരു പേജസിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് തന്നിരിക്കുന്നത് എനർജി റിക്വയർഡ് ടു ക്യാരി ഔട്ട് ദ ഡിഫറെൻറ്റ് ലൈഫ് പ്രോസസ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം കാർബൺ ബേസ്ഡ് ഫുഡ് സോഴ്സ് ത്രൂ ന്യൂട്രീഷൻ. ഇനി നമ്മൾ ആദ്യമേ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ എനർജിയെ എത്തിക്കുന്നത്. എനർജി റിക്വയർഡ് ടു ക്യാരി ഔട്ട് ദ ഡിഫറെൻറ്റ് ലൈഫ് പ്രോസസ്സ് വഴിയാണ് എനർജി നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം കാർബൺ ബേസ്ഡ് ഫുഡ് സോഴ്സ്. ഇതെങ്ങനെയാണ് എടുക്കുന്നത്? അവർ കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് സോഴ്സ് വഴി ത്രൂ ന്യൂട്രീഷൻ എവിടേക്ക് എത്തും? അവർ ന്യൂട്രീഷനിലേക്ക് എത്തും. അങ്ങനെയാണ് അവർ ന്യൂട്രീഷനെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓർഗാനിസംസ് ആർ ക്ലാസിഫൈഡ് ആസ് ഓട്ടോട്രോപ്സ് ആൻഡ് ഹെറ്ററോട്രോപ്സ്. ഡിപ്പെൻഡിങ് ഓൺ മോഡ് ഓഫ്, ഇനി ന്യൂട്രീഷൻ വലിച്ചെടുക്കുന്നതിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്തുണ്ട്? രീതികളുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് രീതികൾ ഉപയോഗിച്ചാണ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അവരുടെ ശരീരത്തിലേക്ക് ന്യൂട്രീഷനെ വലിച്ചെടുക്കുന്നത്. നമുക്ക് ആദ്യം ആട്ടോട്രോഫ്സ് എന്താണെന്ന് പറയാം. അപ്പം നമ്മൾ ന്യൂട്രീഷനിലെത്തി. ന്യൂട്രീഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂട്രീഷൻ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് പല രീതിയിൽ നമുക്ക് ന്യൂട്രീഷനെ വലിച്ചെടുക്കാൻ പറ്റും. പ്ലാന്റ്സുകളും ഹ്യൂമൻ ബീങ്സ് എന്ന് വെച്ചാൽ ആനിമൽസുകളും ഡിഫറെൻറ്റ് ടൈപ്സിലാണ് ചെയ്യുന്നത്. പ്ലാന്റ്സുകൾ ന്യൂട്രീഷൻ വലിച്ചെടുക്കുന്നത് പോലെയല്ല ഹ്യൂമൻ ബോഡീസിലേക്കും അനിമൽസിലേക്കും ന്യൂട്രീഷൻ ഇൻടേക്കായിട്ട് ചെല്ലുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ന്യൂട്രീഷൻസ് ഓർഗാനിസംസ് ആർ ക്ലാസിഫൈഡ് ആസ് എ ഓട്ടോട്രോപ്സ് ആൻഡ് ഹെറ്ററോട്രോപ്സ്. മോഡ് ഓഫ് ന്യൂട്രീഷൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ടൈപ്പ് ഓർഗാനിസംസ് ഉണ്ട്, ഓട്ടോട്രോപ്സും ഹെറ്ററോട്രോപ്സും. നമുക്ക് ആദ്യമേ ഓട്ടോട്രോപ്സ് എന്താണെന്ന് പഠിക്കാം. ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോട്രോപ്സ് ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ഫ്രം സിമ്പിൾ ഇനോർഗാനിക് സോഴ്സ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. എന്ന് വെച്ചാൽ ഓട്ടോട്രോപ്സ് എന്താണ് ചെയ്യുന്നത്? സിമ്പിൾ ആയിട്ടുള്ള ഇനോർഗാനിക് സോഴ്സ് വഴി അവരവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന എങ്ങനെ? ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ഫ്രം. ഓട്ടോട്രോപ്സ് അവരുടെ ഫുഡ് സ്വന്തമായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എങ്ങനെ? ഇനോർഗാനിക് സോഴ്സായ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും വഴി. എക്സാമ്പിൾ എങ്ങനെ? ഗ്രീൻ പ്ലാന്റ്സ്. ഓട്ടോട്രോപിക്സിന് എക്സാമ്പിൾസാണ് ഓൾ ഗ്രീൻ പ്ലാന്റ്സും പിന്നെ സം ബാക്ടീരിയകളും. ഓട്ടോട്രോപ്സ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലായോ? ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ പ്രിപ്പയർ ദെയർ ഫുഡ് ദെയർ ഓൺ ഫ്രം സിമ്പിൾ ഓർഗാനിക് സോഴ്സ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. എക്സാമ്പിൾസ് ഓഫ് ഓട്ടോട്രോപ്സ് ആർ ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് സം ബാക്ടീരിയ. ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് സം ബാക്ടീരിയാസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഓട്ടോട്രോപ്സ്. ഇനി ഞാൻ ഹെറ്ററോട്രോപ്സ് എന്താണെന്ന് പറഞ്ഞിട്ട് ഹെറ്ററോട്രോപ്സിനെയും കൂടെ ജോയിൻ ചെയ്യിച്ചുകൊണ്ട് അതിൻ്റെ ഡിഫറൻസിയേഷൻ പറഞ്ഞുതരാം. അപ്പം നല്ല വൃത്തിയായിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് ഓട്ടോട്രോപ്സിൻ്റെ ഞാൻ പറഞ്ഞു അവർ സ്വന്തമായിട്ട് പ്രിപ്പയർ ആണ് ഫുഡ് ചെയ്യുന്നത് ഹെൽപ്പ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും വെച്ച്. അതിൻ്റെ എക്സാമ്പിൾ ഓൾ ഗ്രീൻ പ്ലാന്റ്സും സം ബാക്ടീരിയസും ആണ്. ഇനി ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത് കനോട്ട് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് ആൻഡ് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഓട്ടോട്രോപ്സ് ഫോർ ഒബ്റ്റൈൻഡ് കോംപ്ലക്സ് ഓർഗാനിക് സബ്സ്റ്റൻസ് ഫോർ ന്യൂട്രീഷൻ. അപ്പോൾ എന്താ പറയുന്നത്? അവരെന്ത് ചെയ്യത്തില്ല? ഹെറ്ററോട്രോപ്സ് കനോട്ട് സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്. അവർ സ്വന്തമായിട്ട് ഫുഡ്
ഉണ്ടാക്കത്തില്ല. ആൻഡ് ഡിപ്പെൻഡൻ്റ് ഓൺ ദ ഓട്ടോട്രോപ്സ്. അവരെന്ത് ചെയ്യണം? ഫോർ ഒബ്റ്റൈനിങ് കോംപ്ലക്സ് ഓർഗാനിക് സബ്സ്റ്റൻസ് ഫോർ ന്യൂട്രീഷൻ ഇൻടേക്ക് ചെയ്യാൻ കോംപ്ലക്സ് ഓർഗാനിക് സബ്സ്റ്റൻസുകളുടെ ഹെൽപ്പാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ആരൊക്കെ? നമ്മൾ തന്നെ ഹ്യൂമൻ ബീങ്സും ആനിമൽസിനകത്ത് വരുന്നതാണ് നമ്മൾ. അപ്പം ഓട്ടോട്രോപ്സ് ഗ്രീൻ പ്ലാന്റ്സും സം ബാക്ടീരിയസും ആണ്. ഹെറ്ററോട്രോപ്സ് എല്ലാം ആരാണ്? ആനിമൽസാണ്. ഇനി നമ്മൾ ഹെറ്ററോട്രോപ്സിനെയും ആട്ടോട്രോപ്സിനെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗ്രീൻ പ്ലാന്റ്സ് മാനുഫാക്ചർ എന്ന് വെച്ചാൽ ആട്ടോട്രോപ്സ് മാനുഫാക്ചർ ദെയർ ഫുഡ് ബൈ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. നമ്മൾ കുഞ്ഞുനാൾ മുതലേ പറഞ്ഞിട്ടുണ്ട്, പ്ലാന്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഫോട്ടോസിന്തസിസ് വഴിയാണ്. അപ്പം നമ്മൾ വലുതായപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ അതർവൈസ് ഓട്ടോട്രോപ്സ് മാനുഫാക്ചർ ദെയർ ഫുഡ് ബൈ ദ പ്രോസസ് ഓഫ് photosynthesis. Here they utilize carbon dioxide H2O. CO2 is represented as carbon dioxide and H2O എന്താണ്? വാട്ടർ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും പിന്നെ എന്താ വെള്ളത്തിൻ്റെയും സഹായത്തിൽ, സൺലൈറ്റിൻ്റെയും സഹായത്തിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്ലോറോഫിൽ ആൻഡ് ഗീവ്സ് ഔട്ട് ഓക്സിജൻ ആസ് എ ബൈ പ്രോഡക്റ്റ്. അപ്പം ഓട്ടോട്രോപ്സിൻ്റെ എന്ത് നടക്കുമ്പം, ഓട്ടോട്രോപ്സിൽ ന്യൂട്രീഷൻ നടക്കുമ്പം അവരെന്താണ്? ഫോട്ടോസിന്തസിസ് ആണ് നടത്തുന്നത്. അപ്പോൾ എന്താണ് അവിടെ ഉണ്ടാവുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, സൺലൈറ്റ്, ഇതിൻ്റെ മൂന്നിൻ്റെയും സഹായത്താൽ പിന്നെ ആരും കൂടുണ്ട്? ഹെൽപ്പ് ഓഫ് ക്ലോറോഫിൽ. അത് ലീവ്സിനകത്ത് തന്നെയുള്ളതാണ്. ഇവരുടെയൊക്കെ ഹെൽപ്പ് കൊണ്ട് അവരെന്തുണ്ടാക്കും? ഓക്സിജൻ ബൈ പ്രൊഡക്റ്റായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഈ ഉണ്ടാക്കുന്ന ബൈ പ്രൊഡക്റ്റ്, അപ്പോൾ ഓട്ടോട്രോപ്സിൻ്റെ ബൈ പ്രൊഡക്ട്സ് എന്താണ്? ഓട്ടോട്രോപ്സുകളുടെ ബൈ പ്രൊഡക്റ്റ് O2 ആണ്, ഓക്സിജൻ ആണ്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ ദ ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ എന്ത് നടക്കും അവിടെ? ലൈറ്റ് ഫോട്ടോസിന്തസിസ്. ഈ ഫോട്ടോയിൽ കാണുന്നത് നിങ്ങൾ ഒരു ഇല എന്തൊക്കെയാണ്, ഒരു ലീവ്സിൻ്റെ പാർട്സുകളാണ് അതിൻ്റെ അകത്തുള്ള നടക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻ ദ ലൈറ്റ് റിയാക്ഷൻ നടക്കുമ്പോൾ ഫോട്ടോസിന്തസിസ് ലൈറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ആൻഡ് ഫോട്ടോസിന്തസിസ് നടക്കുമ്പം ലൈറ്റ് എനർജി എന്ത് ചെയ്യും? അവർ അബ്സോർബ് ചെയ്യും ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. ലൈറ്റ് എനർജി ഓട്ടോട്രോപ്സിൽ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ അബ്സോർബ് ലൈറ്റ് എനർജി ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി ഇൻ ദ ഫോം ഓഫ് ATP ആൻഡ് NADPH. അപ്പോൾ എന്താണ് ഉണ്ടാക്കുന്ന? കെമിക്കൽ എനർജി ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജിയായിട്ട് മാറ്റുമ്പോൾ ലീവ്സുകളിൽ, ഓട്ടോട്രോപ്സുകളിൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ATP എന്ന് വെച്ചാൽ എന്താ? അഡിനോസൈൻ ട്രൈ ഫോസ്ഫേറ്റ്. അടുത്തത് NADPH നിങ്ങൾ പഠിക്കേണ്ട, അത് +1 എത്തുമ്പോഴേ ഉള്ളൂ. അപ്പോൾ അത് വിട്ടേര്. അപ്പം കെമിക്കൽ എനർജി എന്ന് പറയുന്നത് ഓട്ടോട്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ എനർജിയാണ് ATP. അത് ATPയുടെ ഫുൾ ഫോം അഡിനോസൈൻ ട്രൈ ഫോസ്ഫേറ്റ് എന്നാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ്, അപ്പോൾ എന്താ? വാട്ടർ മോളിക്യൂൾസ് സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോട്ടോസിന്തസിസിൽ എന്ത് ചെയ്യും? കെമിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു ATP. അപ്പം ഓൾസോ വാട്ടർ മോളിക്യൂൾസ് സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. വീണ്ടും ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് വാട്ടർ മോളിക്യൂൾസ് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. അതുകൊണ്ടാണ് ബൈ പ്രോഡക്റ്റായിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്. നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു മക്കളെ. ഇനി അടുത്തതെന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ് ടു കാർബോഹൈഡ്രേറ്റ് ഇൻ ദ ഡാർക്ക് ഫേസ് ഓഫ് എ ഫോട്ടോസിന്തസിസ്. അപ്പം ഞാനിവിടെ ഒരു ഇല കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇലയ്ക്കകത്ത് എന്താ നടക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ് ടു കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ ഇവിടെ കാർബോഹൈഡ്രേറ്റ് എങ്ങനെയാണ് അവരുണ്ടാക്കുന്നത്? ഓക്സിജനെ റിലീസ് ചെയ്യുമ്പം കാർബൺ ഡൈ ഓക്സൈഡാണ് അവരവരുടെ ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും?
കാർബൺ ഡൈ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യിച്ചുകൊണ്ട് കാർബോഹൈഡ്രേറ്റ്സുകളെ അവർ ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കും. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു സെൻറ്റൻസ് ആയിട്ട് പറയാം. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ് ടു കാർബോഹൈഡ്രേറ്റ് ഇൻ ദ ഡാർക്ക് ഫേസ് ഓഫ് എവിടെ? ഫോട്ടോസിന്തസിസ്. മനസ്സിലായോ? ഇനി അടുത്തതെന്ന് പറയുന്നത് പ്ലാന്റ്സ് ക്യാരി ഔട്ട് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് വിത്ത് സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ ത്രൂ സ്റ്റൊമാറ്റ. അപ്പം നമ്മുടെ ഈ ഇലയിൽ എന്തുണ്ട്? സൈലോം ഫോലോ ഒന്നും കൂടാതെ തന്നെ ഒരു നമ്മൾ പണ്ടും പഠിച്ചിട്ടുണ്ട് സ്റ്റൊമാറ്റയെ പറ്റി. അപ്പോൾ ഈ സ്റ്റൊമാറ്റയിൽ എന്താണുള്ളത്? അപ്പോൾ ഈ സ്റ്റൊമാറ്റയിൽ ഇതൊരു ഓപ്പൺ സ്റ്റൊമാറ്റോ പോറാണ്. ഓപ്പൺ ക്ലോസ്ഡ് സ്റ്റൊമാറ്റോ പോസിൻ്റെ പിക്ചറാണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ്സ് ക്യാരി ഔട്ട് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. അപ്പം പ്ലാന്റ്സ് ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എവിടെ കൂടെയാണ്? അവരുടെ സ്റ്റൊമാറ്റ വഴിയാണ്. വിത്ത് ദ സറൗണ്ടിങ് അറ്റ്മോസ്ഫിയർ ത്രൂ സ്റ്റൊമാറ്റ. അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസിനെ ടേക്ക് ചെയ്യുന്നതും ഔട്ട് ചെയ്യുന്നതും എവിടെ വഴിയാണ്? അതിൻ്റെ ഉപരിതലത്തിലുള്ള ലീവ്സിൻ്റെ ഉപരിതലത്തിലുള്ള സ്റ്റൊമാറ്റ വഴിയാണ്. ഇനി നമ്മൾ പഠിക്കാവുന്ന ഓട്ടോട്രോപ്സുകളുടെ കാര്യം നമ്മൾ പഠിച്ചു. അപ്പോൾ ഹെറ്ററോട്രോപ്സുകളെ ഇവരുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തോ പറ്റുന്നത്? ഇൻ ഹ്യൂമൻസ് ഡൈജഷൻ ഓഫ് എ ഫുഡ് ടേക്ക് പ്ലേസ് ഇൻ ദ എലമെൻ്ററി കനാൽ മേഡപ്പ് ഓഫ് വേരിയസ് ഓർഗൻസ് ആൻഡ് ഗ്ലാൻസ്. അപ്പോൾ ഇനി ഹ്യൂമൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ നമ്മൾ ഹെറ്ററോട്രോപ്സിൻ്റെ അടുത്തേക്ക് ചെല്ലും. അപ്പം ഓട്ടോട്രോപ്സിൻ്റെ കാര്യം എല്ലാം മനസ്സിലായല്ലോ. ഓട്ടോട്രോപ്സ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വാട്ടറിൻ്റെയും സഹായത്തോടെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓട്ടോട്രോപ്സ് ഗ്രീൻ പ്ലാന്റ്സും ബാക്ടീരിയകളുമാണ്. അവർ ഫോട്ടോസിന്തസിസിൻ്റെ വഴിയാണ് ഓക്സിജനെ ബൈ പ്രോഡക്റ്റായിട്ട് പുറത്തേക്ക് വിടുന്നത്. കെമിക്കൽ എനർജിയായ എന്ത് ചെയ്യും? കെമിക്കൽ എനർജിയാണ് അവർ ലൈറ്റ് എനർജിയെ കൺവേർട്ട് ചെയ്ത് കെമിക്കൽ എനർജിയെ പുറത്തേക്ക് വിടുമ്പോൾ കെമിക്കൽ എനർജിയുടെ പേരാണ് ATP എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ആണ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ടാണ് കാർബോഹൈഡ്രേറ്റിനെ അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഒരു ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് പ്ലാന്റ്സിൽ നടക്കുന്നത് അവരുടെ ഇലകളിലൂടെ ഓപ്പൺ ക്ലോസ്ഡ് സ്റ്റൊമാറ്റയുടെ പ്രതിപ്രവർത്തനം വഴിയാണ് അവർ ഇൻടേക്കും ഔട്ടേക്കും ഇൻഹൈലും എക്സൈലും ചെയ്യുന്നത്. ഇനി നമ്മൾ ഹ്യൂമൻ ബീയിങ്സിലേക്ക് പോകുമ്പം ഹ്യൂമൻ ബീയിങ്സ് എന്ന് വെച്ചാൽ ആനിമൽസ് ഹെറ്ററോട്രോപ്സിലേക്ക് ചെല്ലുമ്പോൾ ഇൻ ഹ്യൂമൻസ് ഡൈജഷൻ ഓഫ് എ ഫുഡ് ടേക്ക് പ്ലേസ് ഇൻ ദ എലമെൻ്ററി കനാലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൈജഷൻ എവിടെയാണ് തുടങ്ങുന്നത്? ഫുഡ് ടേക്ക് ചെയ്യുന്നത് എലമെൻ്ററി കനാൽ വഴി മെയ്ഡപ്പ് ഓഫ് വേരിയസ് ഓർഗൻ ആൻഡ് ഗ്ലാൻസ്. ഒരുപാട് ഗ്ലാൻസുകൾ വഴിയാണ് നമ്മുടെ ഡൈജഷൻ നടക്കുന്നത്. ലിവർ സെക്രീറ്റ് ബൈൽ വിച്ച് എമുൾസിഫൈസ് ഫാറ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പഠിക്കാനുള്ളത് ലിവർ എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? ബൈൽ വിച്ച് എമുൾസിഫൈസ് ഫാറ്റ്. ഫാറ്റിനെ എമുൾസിഫൈസ് ചെയ്യുന്നത് ലിവറിൻ്റെ സെക്രീഷനായ ബൈൽസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. അപ്പോൾ ആദ്യം ഏതാണ്ട് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടി ഈ പിക്ചറിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യമേ നമ്മൾ കാണുന്നത് മൗത്ത് കണ്ടോ? മൗത്ത് എന്ന് പറയുന്നത് ഇൻടേക്ക് ഓഫ് വോൾ ഫുഡാണ്. ഇൻടേക്ക് ഓഫ് വായിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് മൗത്ത്. ദ ഫങ്ഷൻ ഓഫ് മൗത്ത് ഈസ് ഇൻടേക്ക് ഓഫ് വോൾ ഫുഡ്. ദെൻ ദ ഫുഡ് ഈസ് ഗോയിങ് ചെയ്യുന്നില്ല, ടീത്തിലേക്ക് പോകും. ടീത്ത് വായിൽ തന്നെയാണുള്ളത്, മൗത്തിൽ തന്നെയാണുള്ളത്. അപ്പം മൗത്ത് ഇൻടേക്ക് ഓഫ് ഓൾ ഫുഡ് ആൻഡ് ടീത്തിൻ്റെ ഫങ്ഷൻ എന്താ? ച്യൂയിങ്, ഗ്രൈൻഡിങ് ഓഫ് ഫുഡ്. ച്യൂയിങ്ങോ ഗ്രൈൻഡിങ്ങോ ചെയ്യുകയാണ്, ഫുഡിനെ ച്യൂ ചെയ്യുകയോ ഗ്രൈൻഡ് ചെയ്യുകയോ ചെയ്യുകയാണ് ടീത്തിൻ്റെ ഫങ്ഷൻ. അപ്പം മൗത്തിലുള്ള മൂന്നാമത്തെ ഒരാളുണ്ട് ടങ്. അപ്പോൾ ടങ് നമ്മൾക്ക് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? റോളിങ് ചെയ്യും, ട്വിസ്റ്റിങ് ചെയ്യും, സ്വാളോയിങ്ങിന് ഹെൽപ്പ് ചെയ്യും, പുഷിങ് ഡൗൺ ഓഫ് ദ ഫുഡ്. ഈ 3-4 കാര്യത്തിന് വേണ്ടി ഇപ്പം മൗത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? ഇൻടേക്ക് ഓഫ് ഫുഡ് ചെയ്യും മൗത്ത്, ച്യൂയിങ് ഗ്രൈൻഡിങ് ചെയ്യും ടീത്ത്, റോളിങ്, ടേസ്റ്റിംഗ്, ഫോളോയിങ്, പുഷിങ് ഡൗൺ ഓഫ് ദ ഫുഡ് ചെയ്യുന്ന ആൾ ആരാണ്? ടങ്ങാണ്.
അപ്പം ഇത്രയും കാര്യങ്ങൾ മൗത്തിൽ നടക്കുമ്പോൾ തന്നെ ടങ്ങിൽ നിന്ന് നമുക്ക് ഒരു പ്രത്യേക പ്രവർത്തനം കൂടെ അവിടെ നടക്കുന്നുണ്ട്. ടങ്ങിനകത്ത് നമ്മുടെ മൗത്ത് എന്ത് ചെയ്യും? സലൈവ സെക്രീറ്റ് ചെയ്യും. സലൈവയും ഉണ്ട്, മ്യൂക്കസും സെക്രീറ്റ് ചെയ്യും കേട്ടോ. അപ്പം അവിടെ എന്താണ് നടക്കുന്നത്? സ്റ്റാർച്ച്, ഫുഡിലുള്ള സ്റ്റാർച്ച് സലൈവറി ഗ്ലാൻസുമായിട്ട് മിക്സ് ചെയ്ത് സലൈവറിയും അമലൈസുമായിട്ട്, അമലൈസ് എന്ന് വെച്ചാൽ സലൈവിക്കകത്തുള്ളതാണ് അമലൈസ്. അപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം വായിക്കകത്തുള്ള ഫങ്ഷൻ മനസ്സിലായോ മക്കളെ? വായിക്കകത്തുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് മൗത്ത് ഫുഡിനെ ഇൻടേക്ക് ചെയ്യും, ടീത്ത് ച്യൂ ചെയ്യും, ടങ് റോള്, ട്വിസ്റ്റ് സോളോയിങ്, പുഷ് ഡൗൺ ഓഫ് ദ ഫുഡ് ചെയ്യും. അപ്പോൾ ടങ്ങിനകത്തുനിന്ന് നമ്മുടെ മൗത്തിനകത്തുനിന്ന് സലൈവ സെക്രീറ്റ് ചെയ്യും, പ്ലസ് മ്യൂക്കസും ഉണ്ട് സെക്രീഷനിൽ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പം ഉണ്ടാകുന്നത് ബൈ പ്രോഡക്ട്സുകളായിട്ട് സ്റ്റാർച്ച്, ഷുഗർ. സ്റ്റാർച്ചിൽ നിന്ന് ഷുഗറിലേക്ക് ബൈ പ്രോഡക്റ്റ് കൺവേർട്ട് ചെയ്യുമ്പം എവിടെയാണ്? സലൈവറി അമലൈ സലൈവ. സലൈവറി ഗ്ലാൻഡിൽ നിന്ന് സലൈവ ഉണ്ടാകും. അതിൻ്റെ ബൈ പ്രോഡക്റ്റായ അമലൈസുകൾ എന്ത് ചെയ്യും? ഷുഗറായിട്ട് സ്റ്റാർച്ചിനെ കൺവേർട്ട് ചെയ്യും. ഇനി നമുക്ക് താഴോട്ട് നോക്കിയേ, നിങ്ങൾക്ക് ഒരു നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇത്രയുള്ള സ്ഥലത്തെ ഈ സ്ഥലത്തുള്ളതാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതുകൊണ്ട് ഇനി ഈ കനാല് കണ്ടോ? ഇനി അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടുത്തെ ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. ഈസോഫാഗസിനകത്ത് എന്താണ്? ടേക്കിംഗ് ഫുഡ് ഫ്രം മൗത്ത് ടു സ്റ്റൊമക്ക് ബൈ പെരിസ്റ്റാലിറ്റിക് മൂവ്മെൻറ്റ്. പെരിസ്റ്റാലിറ്റിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് മസിൽ ഓഫ് ദ ഈസോഫാഗസ്. അപ്പം ഈസോഫാഗസ് എന്താ ചെയ്യുന്നത്? ടേക്കിംഗ് ഫുഡ് ഫ്രം മൗത്ത് ടു സ്റ്റൊമക്ക് ബൈ പെരിസ്റ്റാലിറ്റിക് മൂവ്മെൻറ്റ്. അവിടെ എന്ത് മൂവ്മെൻറ്റാണ് നടക്കുന്നത്? പെരിസ്റ്റാലിറ്റിക് മൂവ്മെൻറ്റാണ് നടക്കുന്നത്. പെരിസ്റ്റാലിറ്റിക് മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ കോൺട്രാക്ഷനും എക്സ്പാൻഷനും, വലുതാവുകയും ചെറുതാകുകയും മസിൽസിനെയും വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഈസോഫാഗസ് ചെയ്യുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുമ്പം മാത്രമേ നമ്മുടെ വായിലെ ഫങ്ഷൻ കഴിഞ്ഞല്ലോ, വായിലെ ഫങ്ഷൻ കഴിഞ്ഞ് ഈസോഫാഗസിലേക്ക് താഴേക്ക് വരുമ്പം അത് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുന്നതിനനുസരിച്ചാണ് ച്യൂ ചെയ്ത ഫുഡുകൾ എവിടേക്ക് പോകുന്നത്? നമ്മുടെ സ്റ്റൊമക്കിലേക്ക് പോകുന്നത്. അപ്പോൾ അത്രയും കഴിഞ്ഞു. ഇനി ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഈസോഫാഗസിലേക്ക് പോകാം. ഈസോഫാഗസ് കഴിഞ്ഞു. നമുക്കിനി സ്റ്റൊമക്കിലേക്ക് പോകാം. സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഇതാ കണ്ടോ, ഇവിടെ ഈ ഒരു പിക്ചറ് ഒരു കിഡ്നി ബീൻ പോലെ, വലിയൊരു കിഡ്നി ബീൻ പോലെ ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് അവിടെ എന്തൊക്കെയുണ്ട്? ഗ്യാസ്ട്രിക് ഗ്ലാൻസുകളുണ്ട്. സ്റ്റൊമക്കിനെ നമുക്ക് 2-3 പാർട്ടായിട്ട് നമുക്ക് തിരിക്കാം. അവിടെ എന്തുണ്ട്? ഗ്യാസ്ട്രിക് ഗ്ലാൻസുകളുണ്ട് സ്റ്റൊമക്കിനകത്ത് എന്താ ഉള്ളത്? ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഗ്യാസ്ട്രിക് ഗ്ലാൻസിൻ്റെ സെക്രീഷനാണ് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഇനി ഗ്യാസ്ട്രിക് ജ്യൂസിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ് ഗ്യാസ്ട്രിക് ജ്യൂസുകൾ? പെപ്സിനുണ്ട്, HCl ഉണ്ട്, മ്യൂക്കസ് ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു മൗത്ത്, ടീത്ത്, ടങ്ങിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, ടങ്ങിനകത്ത് നിന്ന് എന്താ ഉണ്ടാകുന്നത്. പിന്നെ ഈസോഫാഗസിലേക്ക് വന്നു. ഈസോഫാഗസിൽ നിന്ന് നമുക്ക് സ്റ്റൊമക്കിലേക്ക് വന്നു. സ്റ്റൊമക്കിൽ ആകെ ഉള്ളത് ഗ്യാസ്ട്രിക് ഗ്ലാൻസുകളാണ്. ഗ്യാസ്ട്രിക് ഗ്ലാൻസുകൾ ആരെ സെക്രീറ്റ് ചെയ്യും? ഗ്യാസ്ട്രിക് ജ്യൂസുകളെ സെക്രീറ്റ് ചെയ്യും. ഗ്യാസ്ട്രിക് ജ്യൂസായ ആദ്യത്തേത് പെപ്സിനാണ്. പെപ്സിൻ എന്ന് വെച്ചാൽ കുടിക്കുന്ന പെപ്സി അല്ല, വയറ്റിലുണ്ടാകുന്ന പെപ്സിനാണ്. എൻസൈം ദാറ്റ് ബ്രേക്ക് ഡൗൺ പ്രോട്ടീൻസ്. പെപ്സിനുകളുടെ ഫങ്ഷൻ എന്ന് വെച്ചാൽ അത് എന്ത് ചെയ്യും? പെപ്സിൻ എൻസൈം ദാറ്റ് ബ്രേക്ക് ഡൗൺ പ്രോട്ടീൻ. സ്റ്റൊമക്കിലുണ്ടാകുന്ന 3 types ഓഫ് എൻസൈമുകളാണ് എന്തൊക്കെ? പെപ്സിൻ, HCl, മ്യൂക്കസ്. ഫസ്റ്റ് വൺ പെപ്സിൻ, ദാറ്റ് ഈസ് ആൻ എൻസൈം ദാറ്റ് ബ്രേക്ക് ഡൗൺ പ്രോട്ടീൻസ്.
ഇനി നമുക്ക് ഗ്യാസ്ട്രിക് ജ്യൂസിനകത്ത് 3 ടൈപ്പ് ഉണ്ട്. പെപ്സിൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് HCLലേക്ക് പോകാം. HCL എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് സ്റ്റൊമക്കിൽ? HCL മേക്ക് മീഡിയം അസിഡിക് മീഡിയത്തിലേക്ക് ഒരു അസിഡിക് മീഡിയം ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മുടെ സ്റ്റൊമക്കിനെ തയ്യാറാക്കും? HCL തയ്യാറാക്കും. ഇനി നമുക്ക് മൂന്നാമത് ഉള്ളത് ഗ്യാസ്ട്രിക് ജ്യൂസിനെ 3ആയിട്ട് തരംതിരിച്ചു: പെപ്സിൻ, HCL, മ്യൂക്കസ്. ഇനി നമ്മൾ മ്യൂക്കസിലേക്ക് പോകുമ്പം മ്യൂക്കസ് പ്രൊട്ടക്റ്റ് ഇന്നർ ലൈനിങ് ഓഫ് ദ സ്റ്റൊമക്ക്. എന്തിനാ മ്യൂക്കസ് ഇന്നർ ലൈനിങ് ഓഫ് ദ സ്റ്റൊമക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? അവിടെ ഒരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യം എന്തുവാ? സ്വന്തമായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കണം. ചിന്തിച്ച് നോക്കി കഴിഞ്ഞിട്ടേ എൻ്റെ ആൻസറിലേക്ക് പോകാവുള്ളൂ. അപ്പം മ്യൂക്കസ് ഒരു HCL എന്ന് പെപ്സിൻ ഉണ്ടാവുന്നതിൻ്റെ കാരണം പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ HCL എന്ന് പറയുന്നത് ഒരു അസിഡിക് മീഡിയത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റൊമക്കിൽ. പിന്നെ പറഞ്ഞു മ്യൂക്കസും ഉണ്ടെന്ന്. എന്നിട്ട് പറയുക മ്യൂക്കസ് ഇന്നർ ലൈനിങ് ഓഫ് ദ സ്റ്റൊമക്കിനെ പ്രൊട്ടക്റ്റും ചെയ്യുന്നെന്ന്. എന്തിനാ ഇങ്ങനെയുള്ളൊരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യം? അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. എന്താണ്? HCL എന്ന് പറയുന്ന ഒരു ആസിഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തത് കൊണ്ടാണ്. വാട്ട് ഈസ് ദ റീസൺ? HCL എന്ന് പറയുന്ന ഒരു ആസിഡ് നമ്മുടെ വയറ്റിൽ പ്രൊഡ്യൂസ് ചെയ്തു. ആസിഡ് എപ്പോഴും എന്താണ്? ബോഡിക്ക് ഹാംഫുള്ളാണ്. ആ ഹാംഫുൾനെസ് ഒരിക്കലും നമ്മുടെ വയറിൻ്റെ ഒരു ലെയറിനെയും അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് മ്യൂക്കസ് എന്ന് പറയുന്ന ആ ജ്യൂസ് അല്ലെങ്കിൽ സെക്രീഷൻ സ്റ്റൊമക്കിൻ്റെ ഇന്നർ വാൾസുകളെ തിന്നായിട്ടുള്ള വാൾസുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പം ഭക്ഷണം എത്തിയാൽ ആദ്യമേ ചെയ്യുന്നത് ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പെപ്സിൻ പ്രൊഡ്യൂസ് ചെയ്താൽ അന്നേരം തന്നെ വയറ്റിൽ HCL ഉണ്ടാവും. HCL ഉണ്ടായാൽ അന്നേരം തന്നെ മ്യൂക്കസ് എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റിംഗ് ലെയറായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങൾ വയറ്റിൽ കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ ഒരു ഹെൽത്തി പേഴ്സൺ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതർവൈസ് എന്താ ഉണ്ടാകുന്നത്? മ്യൂക്കസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാതിരുന്നാൽ നമുക്ക് എന്താ ഉണ്ടാകുക? ബേണിംഗ് സെൻസേഷൻ ഓഫ് സ്റ്റൊമക്ക് ഉണ്ടാവും. അപ്പം പല ക്വസ്റ്റ്യൻ അതിനകത്തുനിന്ന് വരാം. ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവാനുള്ള റീസൺ നോട്ട് ദ പ്രോപ്പർ പ്രൊഡക്ഷൻ ഓഫ് മ്യൂക്കസിൻ്റെ പ്രോപ്പർ പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാകാത്തത് കൊണ്ടാണ് ബേണിംഗ് സെൻസേഷൻ ഓഫ് സ്റ്റൊമക്ക് നമുക്ക് ഉണ്ടാവുന്നത്. പിന്നെ ചില അൾസർ, ഒരുപാട് വയറിലുള്ള അധികം ഇൻഡൈജഷൻ്റെയൊക്കെ കാരണം എന്താണ്? നമ്മുടെ അസിഡിറ്റി കൂടുന്നതെന്ന് പറയത്തില്ലേ? അസിഡിറ്റി കൂടുമ്പോഴുണ്ടാവുന്ന കാര്യങ്ങൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇത്രയേ ഉള്ളൂ ഇവിടെ. അസിഡിറ്റി കൂടുമ്പം നമുക്ക് ബേണിംഗ് സെൻസേഷനും ഒരു പുളിച്ച് തികട്ടുന്ന ഒരു ഇതില്ലേ, അതൊക്കെ ഉണ്ടാകും നമുക്ക്. അതിൽ നിന്നൊക്കെ പ്രോപ്പറായിട്ട് രക്ഷപ്പെടുത്തുന്നത് HCLൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൊഡക്ഷനും അപ്പോൾ തന്നെ മ്യൂക്കസിൻ്റെ വലിയൊരു പ്രൊട്ടക്റ്റിംഗ് ലെയർ അവിടെ ഉണ്ടാകുകയും ചെയ്യും. മാത്രമേ സ്റ്റൊമക്കിൽ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ഇനി സ്റ്റൊമക്കിൻ്റെ ഫങ്ഷൻ കഴിഞ്ഞു. നമ്മളിനി എവിടേക്ക് പോവുകയാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ എവിടെയൊക്കെ കഴിഞ്ഞു? മൗത്ത്, ടീത്ത്, ടങ് കഴിഞ്ഞു, ഈസോഫാഗസ് കഴിഞ്ഞു, സ്റ്റൊമക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ്. നിങ്ങൾ കണ്ടോ? ആ സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ പടം നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ബുക്ക് കറക്റ്റായിട്ട് നോക്കൂ. അപ്പം സ്മോൾ ഇൻറ്റസ്റ്റൈനകത്തെന്ന് വെച്ചാൽ ഇൻറ്റസ്റ്റൈനൽ എൻസൈമുകളാണ് ഉണ്ടാവുന്നത്. ഇൻറ്റസ്റ്റൈനൽ എൻസൈമുകളെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. എവിടെ? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ. അവിടെ അപ്പം എന്ത് ചെയ്യും? അവിടെ ഒരു പ്രൊഡക്ഷൻ, ഒരു കൂട്ടം പ്രൊഡക്ഷനാണ് നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ. അപ്പം ഇൻറ്റസ്റ്റൈനൽ എൻസൈമുകൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്? ഈ പെപ്സിൻ, HCL, മ്യൂക്കസ് ഒക്കെ ജ്യൂസസുകളാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ എൻസൈമുകളുടെ കൺവേർഷനാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്നത്. ആദ്യമേ എന്താണ്? കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ഈ ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റിനെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്താക്കി മാറ്റും? കാർബോഹൈഡ്രേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റും. ദെൻ ഫാറ്റ്സ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഫാറ്റ്സിനെ ചേഞ്ചസ് ഇൻറ്റു ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ. എന്തൊക്കെയാണ് മാറ്റുന്നത്?
ഫാറ്റ്സിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റും. ഇനി മൂന്നാമതായിട്ട് ഫുഡിലുള്ള പ്രോട്ടീൻസിനെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്താക്കി മാറ്റും? അമിനോ ആസിഡായിട്ട് മാറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായോ? സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ളത് ഇൻറ്റസ്റ്റൈനൽ എൻസൈംസ് കൺവേർട്ട് ചെയ്യുന്നത് ആരെയൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റിനെയും ഫാറ്റിനെയും പ്രോട്ടീനെയാണ്. ഇതൊക്കെ നമ്മുടെ ഫുഡിനകത്താണ് ഉള്ളത്. ഈ ഫുഡിനകത്തുള്ള ആൾക്കാരെയൊക്കെ എന്തൊക്കെയായിട്ടാണ് മാറ്റുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യും, ഫാറ്റ്സിനെ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോളായിട്ട് കൺവേർട്ട് ചെയ്യും, പ്രോട്ടീനിനെ അമിനോ ആസിഡായിട്ടും കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത്രയും മനസ്സിലായോ? ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈനെ പറ്റി നമ്മൾ പഠിക്കുമ്പം അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് നമ്മുടെ NCERT ബുക്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്. വില്ലി. എന്താണ് വില്ലി? വില്ലി എന്ന് വെച്ചാൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനാണ്. എവിടെയുള്ള സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അതിൻ്റെ എന്താണ് ഫങ്ഷൻ? ഹെൽപ്പ് ഇൻ അബ്സോർപ്ഷൻ ഓഫ് ഫുഡ് ഇൻ ടു ദ ബ്ലഡ്. അപ്പോൾ നമുക്ക് പഠിക്കാൻ പോകുന്ന അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനകത്തുള്ള. ഇറ്റ് കണ്ടെയ്ൻ വില്ലി. വില്ലി ഈസ് എ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഇൻസൈഡ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനകത്തുള്ള എന്താണ് വില്ലി എന്ന് പറയുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഹെൽപ്പ് ഇൻ അബ്സോർപ്ഷൻ ഓഫ് ഫുഡ് ഇൻ ടു ദ ബ്ലഡ്. അബ്സോർപ്ഷൻ ചെയ്യാൻ സഹായിക്കും. സ്മോൾ ഇൻറ്റസ്റ്റൈനകത്തുള്ള വില്ലി എന്ന് പറയുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ അബ്സോർപ്ഷൻ ഓഫ് ഫുഡ് ഇൻ ടു ദ ബ്ലഡ്. ഇനി നമ്മൾ വീണ്ടും സ്മോൾ ഇൻറ്റസ്റ്റൈനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവാണെങ്കിൽ റിസീവ്സ് സെക്രീഷൻ ഫ്രം എവിടുന്ന. അപ്പോൾ ഈ ഇൻറ്റസ്റ്റൈനിലെ ഫങ്ഷൻ നടക്കുമ്പം നമ്മുടെ ലിവറും ഒക്കെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എവിടുന്നൊക്കെയാണ് സെക്രീഷനെ റിസീവ് ചെയ്യുന്നത്? ഫസ്റ്റ് ചെയ്യുന്നത് ലിവറിൽ നിന്ന് സെക്രീഷനെ റിസീവ് ചെയ്യും. ലിവറിൽ നിന്ന് എന്ത് സെക്രീഷനെ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. കുഞ്ഞു ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. ലിവറിൻ്റെ സെക്രീഷനാണ് ബൈൽ. അതെന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഹെൽപ്പ് ഇൻ എമിൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്സ്. ഫാറ്റിനെ എമിൾസിഫിക്കേഷൻ ചെയ്യാനാണ് ആര് സഹായിക്കുന്നത്? ബൈൽ. ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവറാണ്. ലിവർ എന്താണ്? ഏറ്റവും വലിയ ഗ്ലാൻസ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ അടുത്ത സെക്രീഷൻ റിസീവ് ചെയ്യുന്നത് ആരിൽ നിന്നാണ്? പാൻക്രിയാസിൽ നിന്നാണ്. അപ്പം ഫസ്റ്റ് വൺ ലിവറിൻ്റെ സെക്രീഷനായ ബൈലിനെയാണ് റിസീവ് ചെയ്യുന്നത്. അത് ഫാറ്റിനെ എമുൾസിഫൈ ചെയ്യാൻ സഹായിക്കും. സെക്കൻഡ് വൺ പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് എന്താ ചെയ്യുന്നത്? ഇറ്റ് പ്രൊഡ്യൂസ് പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാറ്റിക് ജ്യൂസിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ഇറ്റ് കണ്ടെയ്ൻ ട്രൈപ്സിൻ ആൻഡ് ലിപ്പേസ്. എന്തൊക്കെയാണ് പാൻക്രിയാറ്റിക് ജ്യൂസിനകത്തുള്ളത്? ട്രെപ്സിനും ഉണ്ട്, ലിപ്പേസും ഉണ്ട്. ലിപ്പേസ് എന്തോ ചെയ്യുന്നത്? പ്രോട്ടീനിനെ പിപ്റ്റോൺസ് ആക്കി കൺവേർട്ട് ചെയ്യും. എന്താ ചെയ്യുന്നത്? ട്രിപ്സിൻ പ്രോട്ടീനിനെ പിപ്റ്റോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ലിപ്പേസ് എന്ത് ചെയ്യുന്നത്? ഫാറ്റിനെ ലിപ്പിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. നിങ്ങളിത് ജസ്റ്റ് ഒന്ന് കേൾക്കുകയോ എഴുതി വെക്കുകയോ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതുപോലെ ബുക്ക് എത്ര വായിച്ചാലും ഏതൊക്കെ റെഫറൻസ് ബുക്ക് നോക്കിയാലും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു തന്നു. സ്മോൾ ഇൻറ്റസ്റ്റൈൻ റിസീവ് ചെയ്യുന്ന രണ്ട് സെക്രീഷനാണ് ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈലും പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസും. ലിവർ സെക്രീഷൻ ബൈൽ ഹെൽപ്പ് ചെയ്യുന്നത് ഫാറ്റിനെ എമിൾസിഫൈ ചെയ്യാനാണ്. അപ്പം പാൻക്രിയാറ്റിക് ജ്യൂസിൻ പാൻക്രിയാസിൽ നിന്ന് റിസീവ് ചെയ്യുമ്പം അത് രണ്ടായിട്ട് എന്ത് മാറ്റും? പാൻക്രിയാറ്റിക് ജ്യൂസിനകത്ത് 2 ടൈപ്സ് ഓഫ് എൻസൈംസ് ഉണ്ട്. ഏതൊക്കെയാ? ട്രിപ്സിനും ലിപ്പേസും. ട്രിപ്സിൻ എന്തുവാ ചെയ്യുന്നത്? പ്രോട്ടീനെ പിപ്റ്റോൺസ് ആക്കി കൺവേർട്ട് ചെയ്യും. ലിപ്പേസ് എന്താ ചെയ്യുന്നത്? ഫാറ്റിനെ ലിപ്പിഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ മുഴുവൻ ഫങ്ഷനുകൾ ഞാൻ പറഞ്ഞു തന്നു. ഇനി നമുക്ക് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകാം. ഇതാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഈ വലിയ പോർഷൻ. ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ചെയ്തതുപോലെ വലിയ ഫങ്ഷനൊന്നും അവർക്കില്ല. അപ്പോൾ അവർ ചെയ്യാൻ പോകുന്ന ഫങ്ഷൻ എന്ന് വെച്ചാൽ അബ്സോർബ് എക്സസ് ഓഫ് വാട്ടർ. അപ്പോൾ ഇവരെന്തോ ചെയ്യുന്നത്? ഈ ഫങ്ഷൻ നടക്കുമ്പോൾ നമ്മൾ കുടിച്ച വാട്ടറുകളും ബോഡി ഉണ്ടാക്കിയ H2O ഒക്കെ എന്ത് ചെയ്യും? ആവശ്യമില്ലാത്തതിനെ എല്ലാം ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. പിന്നെന്ത് ചെയ്യും? ദ റെസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ ഈസ് റിമൂവ്ഡ് ഫ്രം ദ ബോഡി വയ ദ അനസ്. അനസ് വഴി എക്സ്ക്രീഷൻ ചെയ്യുന്ന
ഹ്യൂമൻ ബീങ്സ് എക്സ്ക്രീഷൻ ചെയ്യുന്ന പാർട്ടായ അനസ് വഴി ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ മെറ്റീരിയലിനെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് കളയും. അപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഓൺലി 2 ഫങ്ഷൻസേ ഉള്ളൂ. ദ ഫസ്റ്റ് ഫങ്ഷൻ ഈസ് അബ്സോർബ് എക്സസ് ഓഫ് വാട്ടർ. സെക്കൻഡ് ഫങ്ഷനിൽ ദ റെസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ ഈസ് റിമൂവ്ഡ് ഫ്രം ദ ബോഡി വയ ദ അനസ്. വയ മീൻസ് വഴി, അനസ്. ഇനി നമുക്ക് രണ്ടാമത്തെ ടോപ്പിക്കായ റെസ്പിറേഷനിലേക്ക് പോകാം. ആദ്യത്തെ ടോപ്പിക്ക് നന്നായിട്ട് എല്ലാ മക്കൾക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ഉപകാരപ്രദമായി മാറട്ടെ. ഇനി നമുക്ക് റെസ്പിറേഷനിലേക്ക് പോകാം. റെസ്പിറേഷൻ ഈസ് ദ പ്രോസസ് ഇൻ ലിവിങ് ഓർഗാനിസം വിച്ച് ഇൻവോൾവ്സ്. നമുക്ക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയുണ്ട്, ചില പ്രോസസ്സുകളൊക്കെ ഇൻവോൾവ്ഡ് ആണ് റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ. അപ്പോൾ എന്തുകൊണ്ട് അതിനകത്തൊരു ഗ്യാസിൻ്റെ മീഡിയം വേണം. അപ്പം നമ്മൾ ഇൻടേക്ക് എയറോബിക്കാണോ അനഎയറോബിക്കാണോ, നമ്മൾ നമ്മുടെ മൂക്കിലൂടെയാണോ ശ്വാസം വലിച്ചെടുക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് നോട്ട് ഔട്ട് ചെയ്യാം. അപ്പം നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഈസ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. റെസ്പിറേഷൻ ഈസ് ദ പ്രോസസ് ഇൻ ലിവിങ് ഓർഗാനിസം വിച്ച് ഇൻവോൾവ്സ്. ഫസ്റ്റ് വൺ ഈസ് ഏതാ, ഫസ്റ്റ് വൺ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ആണ്. ആദ്യത്തേത് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ആണ്. ഇൻടേക്ക് ഓഫ് ഓക്സിജൻ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ആൻഡ് റിലീസ് CO2 ത്രൂ ബ്രീത്തിങ് വഴി. അപ്പോൾ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻടേക്ക് ഓഫ് ഓക്സിജൻ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ആൻഡ് റിലീസ് ഓഫ് CO2 ത്രൂ ഏത് വഴിയാണ്, അത് ബ്രീത്തിങ് ആണ്. അപ്പോൾ ബ്രീത്തിങ് എവിടെയാണ് നടക്കുന്നത്, ആനിമൽസിലാണ് നടക്കുന്നത്. ആനിമൽസിലുള്ളതാണ് ഹ്യൂമൻ ബീയിങ്സ്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ റെസ്പിറേഷൻ ഈസ് പ്രോസസ് ഇൻ ദ ലിവിങ് ഓർഗാനിസം ഇൻവോൾവ്സ്. സെക്കൻഡ് വൺ ബ്രേക്ക് ഡൗൺ ഓഫ് സിമ്പിൾ ഫുഡ് ഇൻ ഓർഡർ ടു റിലീസ് എനർജി ഇൻസൈഡ് ദ സെൽ. എവിടെയാണ് നടക്കുന്നത്, അതിനെ പറയുന്ന പേരാണ് സെല്ലുലാർ റെസ്പിറേഷൻ. അപ്പോൾ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത് നമുക്കപ്പം മനസ്സിലാവും, സെല്ലിനകത്തും റെസ്പിറേഷൻ നടക്കും. ബ്രീക്കിംഗ് ഡൗൺ ഓഫ് സിമ്പിൾ ഫുഡ് ഇൻ ഓർഡർ ടു റിലീസ് എനർജി ഇൻസൈഡ് ദ സെൽ. ഇനിയിപ്പം ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ബൈ വേരിയസ് പാത്ത്, പല വഴിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ഡിഫറെൻറ്റ് രീതിയിൽ ബ്രേക്ക് ഡൗൺ ആവും. ഇപ്പം നമ്മൾ പറയാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ആ പിക്ചർ കിടപ്പുണ്ട്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് C6H12O6 ആണ്. ഇവിടെ ഇപ്പോൾ ഈ 6 എന്ന് പറയുന്നത് കാർബൺ ഷുഗർ മോളിക്യൂൾസിൻ്റെ എന്താണ്, പാർട്ടിക്കിൾസിനെയാണ് പറയുന്നത്. കാർബൺ ഷുഗർ മോളിക്യൂൾസാണ് ഈ 6. ഇനി അപ്പോൾ അതെന്ത് ചെയ്യും, സൈറ്റോപ്ലാസം വഴി സൈറ്റോപ്ലാസം വഴി നടക്കുമ്പം ഗ്ലൂക്കോസ് സൈറ്റോപ്ലാസം വഴി പൈറൂവിക് ആസിഡും എനർജിയുമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പം അവിടെ എന്താണ് നടക്കുന്നത്, ഗ്ലൈക്കോളിസിസ് ആണ് നടക്കുന്നത്. എന്താ നടക്കുന്നത്, ഗ്ലൈക്കോളിസിസ് നടക്കും. അപ്പം പൈറൂവിക് ആസിഡും എനർജിയും ചെല്ലുമ്പം 3 കാർബൺ കോമ്പൗണ്ട്സുകൾ മോളിക്യൂൾസുകൾ അവിടെ മോളിക്യൂൾസുകൾ അവിടെ ഉണ്ടാവും. പിന്നെ ഇൻ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, ഇവിടേക്ക് ഇത് നടക്കുമ്പോൾ ഓക്സിജൻ്റെ ആബ്സെൻസി ഉണ്ടെങ്കിൽ അവിടെ എന്താണ് ഉണ്ടാകുന്നത്, എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും എനർജിയാണ് ബൈ പ്രോഡക്റ്റായിട്ട് ഉണ്ടാകുന്നത്. അപ്പം ഓക്സിജൻ്റെ ആബ്സെൻസിൽ എന്താണ് ഉണ്ടാകുന്നത്, എഥനോൾ, കാർബൺ ഡൈ ഓക്സൈഡ്, എനർജി ഇവയുണ്ടാകും. അപ്പോൾ പ്രസൻസ് ഓഫ് ഓക്സിജനിൽ എന്തുണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജി ഉണ്ടാകും പ്രസൻസ് ഓഫ് ഓക്സിജനിലും. അപ്പോൾ എന്താ, എവിടെയത്, ഇൻ മൈറ്റോകോൺട്രിയയിൽ. പ്രസൻസ് ഓഫ് ഓക്സിജനിൽ മൈറ്റോകോൺട്രിയയിൽ എന്താണ് ഉണ്ടാകുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, എനർജി. പിന്നെ ഇൻ ആബ്സെൻസ് ഓഫ് ഓക്സിജനിനകത്ത് മസിൽസിനകത്ത് ആദ്യമേ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞു, എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും എനർജിയാണ് ഉണ്ടാകുന്നത്. ആബ്സെൻസ് ഓഫ് ഓക്സിജനകത്ത് ബ്രീത്തിങ് നടക്കുമ്പോൾ മസിൽസ് എന്താ ഉണ്ടാകുന്നത്, ലാറ്റിക് ആസിഡും എനർജിയും. ഈ ലാറ്റിക് ആസിഡ് ഇങ്ങനെ ഉണ്ടായാലുള്ളത് എന്താ, മസിൽ സ്ക്രാമ്പുകൾ ഉണ്ടാകുന്നതിൻ്റെ റീസൺ, പെട്ടെന്ന് ഓടുമ്പോൾ നമുക്ക് മസിൽ പിടിച്ചു എന്ന് പറയത്തില്ലേ, അപ്പോൾ ഈ മസിൽ പിടിച്ചു ഇല്ലെങ്കിൽ മസിൽ സ്ക്രാമ്പ് ഉണ്ടായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ ലാറ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കാരണം. എന്താണ് റീസൺ, ഓക്സിജൻ്റെ ആബ്സെൻസ് ആണ് അവിടെ. പ്രസൻസ് ഉണ്ടെങ്കിൽ ലാറ്റിക് ആസിഡ് ഉണ്ടാവത്തില്ല, പകരം എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും എനർജിയാണ് ഉണ്ടാവുന്നത്. ആബ്സെൻസ്, മസിലിനകത്ത് ഓക്സിജൻ ആബ്സെൻസ് ആയാൽ ലാറ്റിക് ആസിഡും എനർജിയും പ്രൊഡ്യൂസ് ചെയ്യും. ലാറ്റിക് ആസിഡ് നമ്മൾക്ക് പ്രോബ്ലം ആണ് മസിൽസിന് ഉണ്ടാക്കുന്നത്.
പ്രസൻസ് ഓഫ് ഓക്സിജൻ മൈറ്റോകോൺട്രിയയിൽ പ്രസൻസ് ഓഫ് ഓക്സിജൻ വഴി കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയുമാണ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് റെസ്പിറേഷനുകളെ പറ്റി പഠിക്കാം. എത്ര ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ ഉണ്ടെന്ന് നമുക്ക് പഠിക്കാം. എന്താണ്ട് ഇവിടെ ഒരു ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതിനകത്ത് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിനകത്ത് നന്നായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ കൂടുതലങ്ങ് വിശകലനം ചെയ്യണ്ട. ഇതിനകത്ത് എന്തൊക്കെയുണ്ടോ ആ കൊച്ചു കൊച്ചു നേസൽ പാസേജ്, മൗത്ത് ക്യാവിറ്റി, ഫാരിങ്സ്, ലാരിങ്സ് എന്നൊക്കെ എഴുതിയേക്കുന്നത് കണ്ടോ, ഇതിനെയൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് റെസ്പിറേഷൻ എന്തൊക്കെ ടൈപ്പ് റെസ്പിറേഷൻസുകളാണ് ഇതിനകത്ത് നടക്കുന്നത് നമുക്ക് പറയാം. റെസ്പിറേഷൻ നമ്മൾക്ക് 2 ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എയറോബിക് ഉണ്ട്, അനൈറോബിക് റെസ്പിറേഷനും ഉണ്ട്. എയറോബിക് ഇനിയിപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് 5 മാർക്കിനോ 3 മാർക്കിനോ ചിലപ്പോൾ ചോദിക്കാം. ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ എയറോബിക് റെസ്പിറേഷൻ ആൻഡ് അനൈറോബിക് റെസ്പിറേഷൻ. എയറോബിക് എന്ന് പറയുമ്പം തന്നെ നമുക്കറിയാം എന്താണ്, ടേക്ക് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ അനൈറോബിക്കിൽ എന്തായിരിക്കും, ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആയിരിക്കും. ടേക്ക് പ്ലേസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഇനി രണ്ടാമത് എന്താ, എയറോബിക് റെസ്പിറേഷൻ എപ്പോഴും എവിടെയാണ് നടക്കുന്നത്, ഒക്കുറിൻ മൈറ്റോകോൺട്രിയ. എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. അപ്പോൾ അനൈറോബിക് എന്തായിരിക്കും, സൈറ്റോപ്ലാസത്തിൽ തന്നെ ആയിരിക്കും. അപ്പം അനൈറോബിക് എക്സ്പ്രഷൻ ടേക്ക് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന അതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് എന്തൊക്കെയായിരിക്കും. എൻഡ് പ്രോഡക്റ്റ് ആർ എയറോബിക് റെസ്പിറേഷനകത്ത് എപ്പോഴും എൻഡ് പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിരിക്കും. അപ്പം എന്തായിരിക്കും അനൈറോബിക് റെസ്പിറേഷനകത്ത് എൻഡ് പ്രോഡക്റ്റ് ആർ ആൽക്കഹോൾ ഓർ ലാറ്റിക് ആസിഡ്. ആൽക്കഹോളോ ലാറ്റിക് ആസിഡോ ഇതിലേത് പ്രൊഡ്യൂസ് ചെയ്താലും നമ്മുടെ മസിൽസിനെ സ്ക്രാമ്പാക്കും. ഇനി നാലാമത്തെ എന്ന് പറഞ്ഞാൽ എയറോബിക് റെസ്പിറേഷനകത്ത് ഓക്സിജൻ വലിച്ചു കയറ്റുമ്പം മോർ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓക്സിജനെ അകത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ എല്ലാം എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയിട്ട് എനർജി റിലീസാവും. അപ്പം അനൈറോബിക് റെസ്പിറേഷനകത്താണെങ്കിൽ ഇവിടെ മോർ എമൗണ്ട് ആണെങ്കിൽ ഇപ്പുറത്ത് എന്തായിരിക്കും, ലെസ് എമൗണ്ട് ഓഫ് എനർജി ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എയറോബിക് റെസ്പിറേഷൻ്റെ എക്സാമ്പിളൂടെ നമുക്ക് പറയാം. മോസ്റ്റ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ടേക്ക് പ്ലേസ് എയറോബിക് റെസ്പിറേഷൻ. എല്ലാ അനിമൽസ്, മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് അനിമൽസും എന്താണ്, എയറോബിക് റെസ്പിറേഷൻ ചെയ്യുന്നവരാണ്. പക്ഷേ എക്സാമ്പിൾസ് ഓഫ് അനൈറോബിക് റെസ്പിറേഷൻ ചെയ്യുന്നത് മസിൽസുകൾ ചെയ്യാറുണ്ട്, ബാക്ടീരിയ, ഈസ്റ്റ് ആൻഡ് പാരാസിറ്റിക് വോംസുകളെല്ലാം അനൈറോബിക് റെസ്പിറേഷൻസ് ആണ് ചെയ്യുന്നത്. ഇനി ഇൻ ഹ്യൂമൻസ് എയർ ടേക്ക് ദ ഫോളോയിങ് പാത്ത് ഓൺ ദ എൻറ്റയറിങ് ദ നോസ്ട്രിൽസ്. കുറച്ച് ഫോളോയിങ് പാത്സുകളുണ്ട്. ശ്വാസം വലിച്ചെടുത്ത് അത് എവിടെ പോകുന്നു, എന്താണ് ഉണ്ടാവുന്നതൊക്കെ. അപ്പം ഞാനത് പറഞ്ഞു തരാം. ഫാസ്റ്റ്ലി നമുക്കുള്ളതാണ്ട് ഇവിടെ കിടപ്പുണ്ട്. എന്താണ്, നോസ്ട്രിൽസ് ആണ്. നോസ്ട്രിൽസിൽ നിന്ന് നേസൽ പാസേജിലേക്ക് പോകും. നേസൽ പാസേജിൽ നിന്ന് ഓക്സിജൻ ഫാരിനിക്സിലേക്ക് പോകും. അത് കഴിഞ്ഞ് ലാരിങ്സിലേക്ക് പോകും. ലാരിങ്സിൽ നിന്ന് ട്രക്കിയിലേക്ക് പോകും. ട്രക്കിയിൽ നിന്ന് ബ്രോങ്കസിലേക്ക് പോകും. ബ്രോങ്കസിൽ നിന്ന് ബ്രോങ്കോയിലേക്ക് പോവും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ആൽവിയോലസിലേക്ക് പോകും. അപ്പം ഇവിടെ 2, 4, 6, 8 പാസേജുകളുണ്ട് നമുക്ക് അതിങ്ങനെ താഴേക്ക് പോകാൻ. ദാണ്ട് അലൂവിലാർ സാക്ക് വരെ നിങ്ങൾക്ക് ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പം മൂക്കിൽ നിന്ന് വലിച്ചെടുത്ത് നേസൽ പാസേജ് വഴി, ഫാരിങ്സ് വഴി, ലാരിങ്സ് വഴി, ട്രക്കിയ വഴി, ബ്രോങ്കസ് വഴി, ബ്രോങ്കോളി വഴി ആലുവോൾസ് വരെ എത്തും നമ്മുടെ ശ്വാസത്തിൻ്റെ ഒരു നീണ്ട പാസേജ്. ഇനി നമുക്ക് പറയാവുന്നത് alveoli of lung are richly supplied with blood and are the site where exchange of gas ഏതൊക്കെയാണ്, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് occur between blood and atmosphere. ഇപ്പം ആൽവോലിയാണ് ഏറ്റവും വലിയ ഫങ്ഷൻ. നമ്മുടെ അതിൻ്റെ ഇടയ്ക്ക്
നടത്തുന്നത്. എന്താ അത് നോസ്ട്രിൽ തൊട്ട് അതിൻ്റെ എൻഡിങ് ആണ് ആൽവോലി എന്ന് പറയുന്നത്. ഇതൊരു ബ്ലഡിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെയും ബിറ്റ്വീനിലുള്ളൊരു ഗ്യാസസ് എക്സ്ചേഞ്ച് സപ്ലൈയുടെ എൻഡിങ് ആണത്. ഇൻ ഹ്യൂമൻ ബീയിങ്സ് ദ റെസ്പിറേറ്ററി പിഗ്മെൻറ്റ് ഹീമോഗ്ലോബിൻ ക്യാരീസ് ഓക്സിജൻ ഫ്രം ദ ലങ്സ് ടു ഡിഫറെൻറ്റ് ടിഷ്യൂസ് ഓഫ് ദ ബോഡി. അപ്പോൾ എന്താ ഈ ഹ്യൂമൻ ബീയിങ്സിൽ റെസ്പിറേറ്ററി പിഗ്മെൻ്റ് ആയതാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ഉള്ളത് നമ്മുടെ ബ്ലഡിലാണ്. ബ്ലഡ് ഉണ്ടെങ്കിലും സഫിഷ്യൻറ്റ് ബ്ലഡും ഓക്സിജനും ഉണ്ടെങ്കിൽ മാത്രമേ റെസ്പിറേറ്ററി സിസ്റ്റം പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. ഇൻ പ്ലാന്റ്സ് ഗ്ലൂക്കോസ് എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ് ത്രൂ സ്റ്റൊമാറ്റ ഇൻ ലീവ്സ്, ലെൻറ്റിക്കിൾസ് ഇൻ സ്റ്റെം, ജനറൽ സർഫേസ് ഓഫ് റൂട്ട്സ് ആൻഡ് ട്രാൻസ്പിറേഷൻ. അപ്പോൾ എന്താണ്, അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ പറഞ്ഞു, പ്ലാന്റ്സിൻ്റെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞതാ. ഗ്യാസസ് എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ലീവ്സിലുള്ള സ്റ്റൊമാറ്റ വഴിയാണ്. ലെൻറ്റിക്കിൾസ് ഇൻ സ്റ്റെമ്മിനകത്ത് എവിടെയാണ് ലെൻറ്റിക്കിൾസ്, ജനറൽ സർഫസ് ഓഫ് റൂട്ട്, പിന്നെ റൂട്ടിൻ്റെ ജനറൽ സർഫസുകളുണ്ട്, ആൻഡ് ട്രാൻസ്പിറേഷൻ, പിന്നെ എവിടെ വഴിയാണ് ട്രാൻസ്പിറേഷൻ. ഇങ്ങനെയൊക്കെയാണ് എന്ത് നടക്കുന്നത്, നമ്മുടെ ഒരു ഓക്സിജൻ പാസേജും അതിൻ്റെ വഴിയിലുള്ള പ്രൊഡക്ഷൻസൊക്കെ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിലും പ്ലാന്റ്സിലും നടക്കുന്നത്.